ടൂറിസ്റ്റ് ബസ് കുടുങ്ങിയതിന് പിന്നാലെ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ചുരം 6-ാം വളവിലാണ് ബസ് കുടുങ്ങിയത്. ഗതാഗതക്കുരുക്കിനെ തുടർന്ന് ബസ് മാറ്റാനുള്ള ക്രെയിൻ ഇങ്ങോട്ട് എത്തിക്കാനാകുന്നില്ല. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, മണിക്കൂറുകളായി തുടരുന്ന പ്രതിസന്ധിയാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഫലം കാണുന്നില്ല എന്ന് ഏറ്റവും ഒടുവിലായ വിവരങ്ങൾ പുറത്തു വരുന്നു. ക്രെയിൻ എത്തിക്കുന്നതോ അല്ലെങ്കിൽ ഈ ബസ്സിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കുന്നതോ ഏറ്റവും ഒടുവിലായി നടക്കുന്ന നീക്കങ്ങൾ എങ്ങനെയാണ് അഭിജിത്ത്? രാവിലെ 4 മണിയോട് കൂടിയാണ് ചുരം 6-ാം വളവിൽ ഈ ബസ് കുടുങ്ങുന്നത്. ബംഗളൂരു കോഴിക്കോട് സ്വകാര്യ ബസ്സാണ്. ഈ റോഡിൻ്റെ പൂർണ്ണമായും ഭാഗത്ത് ഇത് കുറുകെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ മെക്കാനിക്കിനെ എത്തി ഇതിൻ്റെ ബസ്സിൻ്റെ സാങ്കേതിക തടസ്സം മാറ്റാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് അങ്ങനെ ചെയ്യാൻ കഴിയില്ല, അത് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന് മെക്കാനിക്ക് അറിയിച്ചതിനെ തുടർന്നാണ് ക്രെയിൻ എത്തിക്കാനുള്ള ഒരു സാധ്യത പരിശോധിക്കുന്നത്. പക്ഷേ വലിയ ഗതാഗത കുരുക്ക് ചുരത്തിലുണ്ട്. അടിവാരം മുതൽ ലക്കിടി വരെ വലിയ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്രെയിനിന് അടിവാരത്ത് നിന്ന് മുകളിലേക്ക് എത്താനുള്ള ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് ക്രെയിൻ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ചെറിയ റോഡാണ് ഈ ചുരത്തിലുള്ളത്. അതിനാൽ ഈ വാഹനങ്ങൾ കുറുകെ കുടുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ വളരെ ചെറിയ വാഹനങ്ങൾക്ക് മാത്രമാണ് കടന്നു പോകാൻ കഴിയുക. അതായത് ചെറിയ കാറുകൾ, ഒപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് കടന്നു പോകാൻ സാധിക്കുക. നിലവിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നതും അതേ പ്രശ്നമാണ്. ബസ്സുകൾ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്നു. കോഴിക്കോടേക്കും തിരിച്ച് കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കൊക്കെ പോകുന്ന ബസ്സുകളുണ്ട്. അത് മണിക്കൂറുകളായി ചുരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇനിയിപ്പോൾ അടിയന്തരമായി ഈ ക്രെയിൻ ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. ക്രെയിൻ ഇവിടെ എത്തുന്നതിനും പ്രശ്നം ഈ ഗതാഗത തടസ്സങ്ങൾ മാറി അതിനെ മറികടന്ന് വേണം ഈ 6-ാം വളവിലേക്ക് എത്താൻ. അതും ഒരു പ്രശ്നമായി അവശേഷിക്കുകയാണ്. ഏതായാലും ഇതിനെ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഊർജിതമായ ശ്രമം ഈ അവിടെയുള്ള പ്രവർത്തകരുടെ, ചുരം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഒപ്പം പോലീസിന്റെ ഭാഗത്തുനിന്നൊക്കെ നടക്കുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.